Hello friends, welcome to SAC, Center Institution Center Maduthumadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് മോർ പ്രോബ്ലംസ് പാർട്ട് 5. Please visit part 1 to 4 before watching this video. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗങ്ങൾ കാണുക. Okay? The first question is, what is the volume of a square pyramid of base edge 10 centimeters and slant height 15 centimeters? പാദവക്ക് 10 സെന്റിമീറ്ററും ചരിവ് ഉയരം 15 സെന്റിമീറ്ററും ആയ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? Okay? So what is the volume of a square pyramid of base edge 10 centimeters and slant height 15 centimeters? നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സ്ക്വയർ പിരമിഡ് സങ്കല്പിക്കാം. ഒരു സമചതുര സ്തൂപിക. അതിനകത്ത് ഈ സെന്ററിൽ കാണുന്ന ഒരു ട്രയാങ്കിൾ കണ്ടോ? നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ, അതായത് this is height. Okay? ഇതാണ് slant height അഥവാ L. Clear? So what is the volume of a square pyramid of base edge 10 centimeters? So base edge ഇതുണ്ട് 10 centimeter and slant height 50 centimeter. Slant height is this one, 15 centimeter. Okay? The question is, what is the volume of a square pyramid? We know that volume is equal to 1 by 3 a square h. Here a is given. A നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. But h is not given. h എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ? അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിൽ L h, this is a by 2. a യുടെ പകുതി. ഇത്ര a ഉണ്ട്. a യുടെ half of a. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാം h is equal to root of കർണ സ്ക്വയർ, അതായത് എല്ലിൻ്റെ സ്ക്വയർ, എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുലയൊക്കെ എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ പാർട്സ് നിങ്ങൾ കാണുക. ഓക്കെ? സോ ആദ്യം നമ്മൾ h കണ്ടുപിടിക്കുന്നു, അതിനുശേഷം നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഉത്തരമാകും. ഓക്കെ? അപ്പോൾ നമുക്ക് ചരിവ് ഉയരം ഇവിടെ നൽകിയിരിക്കുന്നത് 15 സെന്റിമീറ്റർ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ചരിവ് ഉയരത്തെ എഴുതുക, L = 15 സെന്റിമീറ്റർ. പിന്നെ നൽകിയിരിക്കുന്നത് ഉണ്ടോ ഈ നീളമാണ്. പാദവക്ക് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ. ഇപ്പം നൽകിയിട്ടുണ്ട് ചരിവ് ഉയരം സ്ലാന്റ് ഹൈറ്റ് 15 സെന്റിമീറ്റർ, ബേസ് എഡ്ജ് താഴെയുള്ള ആ സമതലത്തിന്റെ ഒരു വശം എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എ. എ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? Okay? The formula to find out the volume is equal to 1 by 3 a square h. അപ്പോൾ നമുക്കിവിടെ a അറിയാം, ബട്ട് h is not given. h തന്നിട്ടില്ല. അപ്പോൾ h കണ്ടുപിടിക്കണം. h കാണാനുള്ള ഫോർമുല h square is equal to L square minus a by 2 whole square. ഓക്കെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? h square is equal to L square. What is L? 15 square minus a by 2 whole square. a എന്ന് പറഞ്ഞാൽ 10 by 2 whole square. And it is equal to 15 square is equal to 225 minus 10 by 2 is equal to 5 square. That is equal to 225 minus 25 is equal to 200. ഇത് h സ്ക്വയർ ആണ്. ഓക്കെ? സോ h is equal to root of 200. മനസ്സിലായോ? അതായത് റൂട്ട് ഓഫ് 200 എങ്ങനെ കാണാം? നമ്മൾ റൂട്ട് ഇങ്ങനെ എഴുതിയതിനു ശേഷം 2 into 100. ഓക്കെ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 into 100 നമുക്ക് എങ്ങനെ എഴുതാം? 10 into 10, 10 into 10. ഓക്കെ? സോ ഇനി റൂട്ട് കാണുമ്പോൾ രണ്ടെണ്ണം വരുന്നതിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കണം. 10, ഇത് രണ്ടെണ്ണം ഇല്ല, അപ്പോൾ അത് റൂട്ടിനകത്ത് തന്നെ ഇടണം. 10 √2. ഇതാണ് നമ്മുടെ h.
ഓക്കെ, നമ്മളെന്താ ചെയ്യേണ്ടത്? h സ്ക്വയർ ഇസിക്കൽ ടു എല്ലിൻ്റെ സ്ഥലത്ത് എല്ലിൻ്റെ വില കൊടുക്കുക, എയുടെ സ്ഥലത്ത് എയുടെ വില കൊടുക്കുക. ഓക്കെ, സോ 15ൻ്റെ സ്ക്വയർ 225, 10/2 എന്ന് പറഞ്ഞാൽ 5, 5ൻ്റെ സ്ക്വയർ 25, h ഇസിക്കൽ ടു √200, 2 × 100 എന്ന് എഴുതുക, ദാറ്റ് ഈസ് 2 × 10 × 10, then h ഇസിക്കൽ ടു 10√2. ഓക്കെ, h ആയി. എന്താണ് വോളിയം കാണാനുള്ള സമവാക്യം? വോളിയം ഇസിക്കൽ ടു 1/3 a²h. നമുക്കത് കാണണം. വോളിയം ഇസിക്കൽ ടു 1/3 a into a. a എത്രയാണ്? a ഇസിക്കൽ ടു 10. 10 സ്ക്വയർ. 10 സ്ക്വയർ into h. h എത്രയാണ്? 10√2. So 10√2. Clear? Equal to 1/3 into 10 square is equal to 10 into 10, 100. Okay, into 10√2. That means 10 into √2. The 100 into 10 is equal to 1000. 1000 √2. √2 divided by this 3. This is the volume, centimeter cube. Okay. അപ്പോൾ വോളിയത്തിന് എയുടെ സ്ഥലത്ത് എയുടെ വില കൊടുക്കുക, 10 സ്ക്വയർ ഇൻറ്റു എച്ചിൻ്റെ സ്ഥലത്ത് എച്ചിൻ്റെ വില ഇവിടെ കണ്ടെത്തിയത് 10√2. സോ വോളിയം ഇസിക്കൽ ടു 10 സ്ക്വയർ ഇസിക്കൽ ടു 100. 100 into 10, 1000. 1000√2 by 3. Okay, clear? Next problem. Problem number 8. The base edge of two square pyramids are in the ratio 1:2 and their heights are in the ratio 1:3. The volume of the first pyramid is 180 cubic centimeters. What is the volume of the second? രണ്ട് സമചതുര സ്തൂപികകളുടെ പാദവക്കുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങൾ 1:3 എന്ന അംശബന്ധത്തിലും. ഒന്നാമത്തെ സ്തൂപികയുടെ വ്യാപ്തം 180 ഘന സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രണ്ട് സ്തൂപികകളുണ്ട്. ഓക്കെ, അതിനകത്ത് the base edge of two square pyramids are in the ratio 1:2. Base edge, suppose this is 1 and this is 2, means ഇവിടെ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ് രണ്ടാമത്തെ സ്തൂപികയുടെ base edge. This is the base edge. Okay, clear? Base edge in the ratio 1:2 and their heights are in the ratio 1:3. This is the height. And 1, 3. Clear? Suppose this is a. ഇത് a ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2a. This is h, 1h and this is 3h. ഉണ്ടോ? അപ്പം അങ്ങനെ എടുക്കണം നമ്മൾ. അപ്പോൾ ഒരു ചെറിയ സ്തൂപികയുടെ ബേസ് എഡ്ജ് എ എന്നെടുക്കുക, വലിയ സ്തൂപികയുടെ അതിൻ്റെ ഇരട്ടി 2a. സിമിലർലി ചെറിയ സ്മോൾ പിരമിഡിൻ്റെ ഹൈറ്റ് h എന്നെടുത്തു കഴിഞ്ഞാൽ വലിയ പിരമിഡിൻ്റെ ഹൈറ്റ് 3h. ക്ലിയർ ആണല്ലോ? ആൻഡ് the volume of the first pyramid is 180 cubic centimeter. It means the volume of this is equal to 180 cubic centimeter is given. Volume is equal to 180 for this. And what is the volume of the second? The question is, what is the volume of this pyramid? ഈ പിരമിഡിന്റെ വോളിയം എത്രയാണ്? മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. വോളിയം is equal to 180 ഡിഗ്രി. ഇതിന്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യണം? കണ്ട് പിടിക്കണം. രണ്ടാമത്തേത്. ഓക്കെ, സോ വോളിയം is equal to 1/3 a²h for any square pyramid. ക്ലിയർ? ഇതൊരു ചെറിയ സ്ക്വയർ പിരമിഡ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിന്റെ വശങ്ങൾ a, ഹൈറ്റ് h. ഓക്കെ, this is a and this is h. Then volume is equal to 1/3 base edge a² into height h. It is given as 180. Clear? 180. The second പിരമിഡ് ഇതാണ്. അതിൻ്റെ ബേസ് 2a. ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും. Is 2a. ഹൈറ്റ് 3h. ഇതിൻ്റെ മൂന്നിരട്ടി 3h. Volume is equal to 1/3
3 into 2a square. That means base square. 2a square into height. Height means 3h. 3h. Here it is equal to 1 by 3 into 2 square. That means 4 into a square. Clear? Into 3 into h. Now the 4 ഉം 3 ഉം തമ്മിൽ separate ഗുണിക്കുക. So that is equal to 1 by 3 into a square into h into 4 into 3, 12. Clear? This 1 by 3 a square h ഇതാണ് ഇവിടെ കിടക്കുന്നത്. സ്കിൽ 180 ഡിഗ്രി. അപ്പോൾ ഇതിന് പകരം 180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 180 into 12 ചെയ്താൽ മതി. ഓക്കെ, ഈ 1 by 3 a square h എത്ര എങ്ങനെ 180. ഓക്കെ, അപ്പോൾ ഇതിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ തന്നിട്ടുണ്ട്? വോളിയം ഇസ് ഈക്വൽ ടു 1 by 3 2a square into 3h. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, 3h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ്. This is equal to 4 into a square 3h. What is 4? 2 square is equal to 4 and a square into 3h. ഇനി 4 ഉം 3 ഉം കൂടി ഗുണിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 by 3 അതവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് a square അതവിടെ ഉണ്ട്, h അതുണ്ട്, then 4 into 3 അത് സെപ്പറേറ്റ്. ഓക്കെ, ഇനി ഇത് നോക്കൂ, 1 by 3 a square h it is given as 180. Clear? So next stepൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 180 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഗുണിച്ചാൽ മതി, ആൻസർ ആയി. v is equal to 2160 സെന്റിമീറ്റർ ക്യൂബ്. അത്രയാണ് എന്തുള്ളതിന്റെ വോളിയം ഉള്ളത്, സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ? Okay, next question. Next problem number 9. Each edge of a metal cube is 15 centimeters. It is melted and recast into a square pyramid of base sides 25 centimeters. What would be its height? ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര കട്ടയുടെ ഒരു വക്കിന്റെ നീളം 15 സെന്റിമീറ്റർ ആണ്. ഇതുരുക്കി 25 സെന്റിമീറ്റർ പാദവക്കുള്ള ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കി. അതിന്റെ ഉയരം എന്താണ്? ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു മെറ്റലിന്റെ ക്യൂബ് നൽകിയിട്ടുണ്ട്. എന്താണ് ക്യൂബ്? എല്ലാ വശവും നീളവും വീതിയും ഉയരവും തുല്യമായ സമചതുര കട്ടയാണ് എന്ത്? ക്യൂബ്. സോ ഇവിടെ ക്യൂബ് നൽകിയിരിക്കുന്നത് 15 സെന്റിമീറ്റർ. That means the length 15, breadth 15, height 15. All edges are 15. It is melted. നമ്മളത് ഉരുക്കിയിട്ട് റീകാസ്റ്റ് ഇൻടു എ സ്ക്വയർ പിരമിഡ്. അതുകൊണ്ട് നമ്മളൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. ഓക്കെ, ഓഫ് ബേസ് എഡ്ജ് 25 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന്റെ ബേസ് എഡ്ജ് എത്രയാണ്? 25 സെന്റിമീറ്റർ. സോ ദിസ് വൺ ഈസ് 25 സെന്റിമീറ്റർ. ഓക്കെ, 25 സെന്റിമീറ്റർ. ഇതും ഒക്കെ എന്താണ്? 25 സെന്റിമീറ്റർ. ക്ലിയർ? സോ സ്ക്വയറിന്റെ മെറ്റൽ ക്യൂബിന്റെ ബേസ് എഡ്ജ് എത്രയാണ്? 15 സെന്റിമീറ്റേഴ്സ്. സിമിലർലി ഉണ്ടാക്കിയ സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് എത്രയാണ്? 25 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഈ ക്യൂബ് ഉരുക്കിയല്ലേ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ച അതേ മെറ്റൽ തന്നെയാണ് ഈ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുവാനും ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം സ്ക്വയർ ക്യൂബിന്റെ ഈ ക്യൂബിന്റെ അതേ വോളിയം തന്നെയാണ് ഈ പിരമിഡിന്റെ വോളിയവും. ഓക്കെ, അതാണ് നമ്മുടെ ഹിന്റ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? ഈ പറയുന്ന അങ്ങനെ ഉണ്ടാക്കിയ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് അതെന്താണെന്നാണ് ചോദ്യം. ക്ലിയർ? ചോദ്യം മനസ്സിലായോ? വാട്ട് വുഡ് ബി ദിസ് ഹൈറ്റ്? ക്ലിയർ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂബിന്റെ കാര്യം എടുക്കാം. വൺ സൈഡ് ഓഫ് ക്യൂബ് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. വോളിയം ഇസ് ഈക്വൽ ടു side into side into side, that is a cube. This is equal to 15 cube. Consider it is the volume of the cube. Question number 1. Clear? Similarly, in case of square pyramid, base edge is equal to 25 centimeter,
വോളിയം ഇസ് ഈക്വൽ ടു 1/3 25 സ്ക്വയർ എച്ച്. അതെങ്ങനെ വന്നു? നമുക്കറിയാം വോളിയം ഇസ് ഈക്വൽ ടു 1/3 a square h. This is the formula to find out the volume of a square pyramid. So put the value of a as 25. h നമുക്ക് അറിയില്ല. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ക്ലിയർ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്രയാണ്? 15 ക്യൂബ്. സ്ക്വയർ പിരമിഡിന്റെ വോളിയം 1/3 25 square h. This is equation number 1. Equation number 2. Then we know that volume of metal cube is equal to volume of precast square pyramid. In this problem, only in this problem, the volume of this cube is equal to the volume of square pyramid, because ഈ ക്യൂബ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉരുക്കി സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഇതിനകത്തും ഉണ്ടോ. അപ്പോൾ ഇതിന്റെ വോളിയം ഇസ് ഈക്വൽ ടു square pyramid volume. Then what is the volume of the cube? 15 cube is equal to volume of this square pyramid, equal to 1/3 into 25 square into h. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് h കണ്ടെത്താം. അപ്പോൾ h നെ നിങ്ങൾ അവിടെ നിർത്തണം, ബാക്കി എല്ലാ സമത്തിന്റെ പ്രത്യേകം. അപ്പോൾ 15 ക്യൂബ് ഇൻറ്റു ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സമത്തിന്റെ ഇപ്പുറം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, ഇൻറ്റു 3. സിമിലർലി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആള് സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത്? h. ക്ലിയർ? സോ h is equal to 15 cube into 3 divided by 25 square. ഇപ്പോൾ ആൻസർ ആയി. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം? 15 cube, 15 can be written as 3 into 5. Okay, so 15 cube is equal to 3 into 5 cube. Clear? That means 3 cube into 5 cube into 3 അടപ്പില്ലേ? 3 divided by 25 can be written as 5 square. അതിന്റെ സ്ക്വയർ 25 instead of 25 put 5 square whole square. ഇത് രണ്ടും കൂടി ഗുണിക്കണം. അപ്പോൾ എത്രയാണ്? 5 raised to 4. അപ്പോൾ താഴെ 4 പ്രാവശ്യം 5, മുകളിൽ 3 പ്രാവശ്യം. അപ്പോൾ ഇതും വെട്ടിപ്പോ 4 പ്രാവശ്യം വെട്ടിപ്പോ. താഴെ എത്ര? ഒരു 5 വരും. ക്ലിയർ? മനസ്സിലായോ? ഇനി 3 ക്യൂബ്. വാട്ട് ഈസ് 3 ക്യൂബ്? 3 ക്യൂബ് is equal to 27 into 3 divided by 5. ക്ലിയർ? നമ്മൾ ഈ 5നെ 100 ആക്കണം. അതിന് വേണ്ടിയിട്ട് 20 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. സിമിലർലി മുകളിലും 20 കൊണ്ട് മൾട്ടിപ്ലൈ ആക്കണം. 20 കൊണ്ടോ അല്ലെങ്കിൽ 2 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാം. സോ മുകളിൽ 27 into 60 divided by 100. So 0 0 get cancel. 27 into 6 is equal to 162 divided by 10. So 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സാധനം കഴിഞ്ഞ് കുത്തിരണം. So the answer is h is equal to 16.2. Clear? So the answer is h is equal to 16.2 centimeter. Website saintaugustinetuition.blogspot.in. വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സയൻസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ മെനുസ് ലഭിക്കും. ഇവിടെ മാത്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിന്റെ ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് അരിത്തമാറ്റിക്സ് പ്രോഗ്രഷൻ കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും പാർട്ട് 1, 2, 3 എക്സെട്ര അങ്ങനെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.